ഇന്നത്തെ സ്പെഷ്യൽ ചൂരമീനാണ്. ചൂരമീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പുളിമുളകും വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പുളിമുളകെന്ന് വെച്ചാൽ മുളകിട്ട് വെക്കില്ലേ തേങ്ങ അരയ്ക്കാതെ, അതാണ്. അപ്പോൾ അതിനുള്ള വെളുത്തുള്ളി പൊളിക്കുകയാണ് ഞാനും ആദിശും കൂടെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് എണ്ണയും കടുകിട്ട് കടു പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് മുമ്പ് കറിവേപ്പില ഇടണം. അപ്പോൾ അത് ഞാൻ മറന്നു പോയിട്ട് രണ്ടാമതാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലോട്ടൊന്ന് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. അത് എല്ലാം കൂടെ ഒന്ന് കിടന്ന് മൂത്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി അതൊന്ന് ചെറുതായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം. അപ്പോൾ അതിൽ ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് അതിൽ പൊടി ഐറ്റമൊക്കെ ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി കൂടുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുവേ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം വേണമെങ്കിൽ അടച്ച് വെച്ച് കുറച്ചുകൂടെ വേവിക്കാം. വേവിച്ചതിന് ശേഷം ഞാൻ ഇവിടെ മീനറുത്ത് പുളിവെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വറ്റി വരണം. അപ്പോൾ ഇവിടെ മീൻകറി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ, മീൻകറി, ചാളമീൻ പൊരിച്ചത്, പിന്നെ കാന്താരി ചമ്മന്തിയും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ. പിന്നെ എനിക്ക് മീൻ കഴിക്കാത്തതുകൊണ്ട് കപ്പയുടെ കൂടെ ഞാൻ കുറച്ച് സവാളയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്പെഷ്യൽ മാങ്ങാച്ചാറും കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.